യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഡിവോഴ്സ് കിട്ടിയ പേപ്പറുമായിട്ട് ഞാൻ സാറിന്റെ വീട്ടിൽ ചെന്ന് കയറി കൊടുത്തു. എന്നിട്ടെന്താ, സാറിന്റെ സെക്കൻഡ് വൈഫിന് ഞാൻ സീറ്റ്സ് കൊടുത്തിട്ട് സുന്ദരിയുമായിട്ട് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു. പിന്നെ നടന്നത് എന്തായിരുന്നു എന്ന് എനിക്കൊരു ഓർമ്മയുമില്ല. ആദ്യം സീറ്റ്സ് തട്ടിപ്പറിച്ചു, പിന്നെ എന്നെ ഒരുപാട് അടിച്ചു. ഡിവോഴ്സ് പേപ്പർ വലിച്ചു കീറി ദൂരെ എറിഞ്ഞു. എന്നിട്ട് ഒരൊറ്റ തള്ളായിരുന്നു എന്നെ. ആ സ്വാമയുടെ മണ്ടയിൽ കൂടെ ഞാൻ ചെന്നൊരു വീഴ്ച വീണു. അവിടെ കിടക്കുമ്പോ തന്നെ സാറിന്റെ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പാ, സാർ എവിടെയുണ്ടോ അവിടെ വന്ന് സാറിനെ കൊല്ലും. അതല്ലെങ്കിൽ നേരെ ആ സുന്ദരിയുടെ അടുത്തേക്കായിരിക്കും പോണത്. രണ്ടായാലും ഒരു മരണം ഉറപ്പാ. ദേവി ചെയ്ത കേസുമായി എന്റെ അടുത്തേക്ക് വരരുത് സാറേ, കേട്ടോ? കൃഷ്ണമാമ, അച്ഛമ്മ, ഒരു പ്രശ്നം ഉണ്ടായി. വൈഗ മേഡം എല്ലാം അറിഞ്ഞു. സ്വീറ്റ്സ് എടുക്ക്, മിസ്സിസ് സുന്ദരി കാർത്തിക്. സോറി, എനിക്കൊന്ന് തെറ്റിപ്പോയി. ഇനി സുന്ദരി കാർത്തിക് അല്ലല്ലോ. ഡിവോഴ്സ് കിട്ടിയില്ലേ, വെറും സുന്ദരി. എടുക്ക് സുന്ദരി, സ്വീറ്റ്സ് എടുക്ക്. ഈ വിവാഹമോചനത്തിന്റെ സന്തോഷം ആഘോഷിക്ക്. അങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ ഇതുവരെ? ഗംഭീരായിരുന്നു. എല്ലാരും കൂടി ചേർന്ന് നല്ല ഭംഗിയായിട്ട് എന്നെ ചതിച്ചു, പറ്റിച്ചു. ഒരു കോമാളിയെ പോലെ നടുക്ക് നിന്നു ഞാൻ. അങ്കിള് സ്വീറ്റ്സ് എടുക്ക്. മണ്ടിയ ഞാൻ. സുന്ദരിയുടെ ആദ്യ വിവാഹം ഒരു പരാജയമാണെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് വേറൊരു വിവാഹം നടത്തിക്കൊടുത്ത് അവളെ സേഫ് ആക്കി വെക്കണമെന്ന് ആഗ്രഹിച്ച വെറും ഒരു പൊട്ടിയ ഞാൻ. അപ്പോഴും അറിഞ്ഞില്ല എന്റെ ജീവിതം കിടക്കുന്നത് പാതാള കുഴിയിലാണെന്ന്. ചതിയല്ലേ നിങ്ങൾ എന്നോട് ചെയ്തത്? സ്വന്തം ജീവിതം തകരുന്നതറിയാതെ സന്തോഷിച്ചപ്പോ ഒരു വാക്ക് പറയാറുന്നില്ലേ? ഇതാന്റി, എടുത്ത് കഴിക്ക്. എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും ആന്റി എന്നെ ചതിച്ചില്ലേ? ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവളാക്കിയില്ലേ എന്നെ?
നാട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നല്ലോ അച്ഛമ്മ, മോളെ സുഖമായിട്ടിരിക്കുന്നോന്ന്. ഉള്ളിലെ വെറുപ്പ് മുഴുവൻ ഉള്ളിൽ അടക്കി വെച്ചിട്ട് നന്നായിട്ട് അഭിനയിക്കായിരുന്നു അല്ലേ അച്ഛമ്മ? ഇവർക്കൊന്നും അറിയില്ലായിരുന്നു. കളക്ടറമേ, വലിയ ആളാ, എല്ലാം അറിയുന്നവൾ. നീ വച്ചു നീട്ടിയ ഭിക്ഷയായിരുന്നു എന്റെ ജീവിതം അല്ലേ? നിനക്ക് നല്ലവളാവണമായിരുന്നു. അതിനുവേണ്ടി എന്നെ രണ്ടാം തരക്കാരിയാക്കി. ഞാൻ ആരായിരുന്നു സുന്ദരി അവന്റെ? എന്ത് വാക്കുകൊണ്ട് എന്റെ സ്ഥാനത്തിന് വിളിക്കേണ്ടത്? പറയാൻ ഉറപ്പ് തോന്നുന്നു എനിക്ക്. നിനക്കറിയായിരുന്നു ഒരു ജീവിതം ഞാൻ എത്രത്തോളം കൊതിക്കുന്നുണ്ടായിരുന്നെന്ന്. നിനക്കറിയായിരുന്നു ഞാൻ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്ന്. അവൻ എന്റെ ജീവിതത്തിൽ ആരായിരുന്നു എന്നും നിനക്കറിയായിരുന്നു. എന്നിട്ട് സുന്ദരി, നീ എന്നൊരു മണ്ടിയാക്കായിരുന്നല്ലേ? തോൽപ്പിച്ചില്ലേ നീ എന്നെ? അങ്ങനെയൊന്നും പറയല്ലേ. ഇല്ല സുന്ദരി, ഉദാര മനസ്കയായി സ്വന്തം ജീവിതം തന്നെ നീ എനിക്ക് വിട്ടു തന്നില്ലേ? പക്ഷെ ഒന്ന് നീ ഓർത്തോ സുന്ദരി, കാർത്തി നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെന്ന് നിനക്കറിയായിരുന്നല്ലോ. അപ്പൊ കാർത്തി ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് നീ എന്നോട് ചെയ്തത്. നീ കൂട്ടുനിന്നു സുന്ദരി അവന്റെ ചതിക്ക്. വേണ്ടാത്തത് പറയണ്ട. ഈ പറഞ്ഞ സംഭവങ്ങളിലെല്ലാം സുന്ദരി പെട്ടുപോയതാ. കൊള്ളാം, പെങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പൊന്നങ്ങളെ രംഗത്തിറങ്ങിയല്ലോ. സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല. കാർത്തിക്കാണ് വൈഗയുടെ ഭർത്താവെന്ന് സുന്ദരി അറിയുന്നതിന് വൈഗ പ്രഗ്നന്റ് ആയതിനു ശേഷം മാത്രമാണ്. ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ അപ്പ പറയായിരുന്നില്ലേ വിനീതേ? ഞാൻ അന്നെങ്കിലും അത് അറിഞ്ഞിരുന്നെങ്കിൽ വയറ്റിലുണ്ടായ ആ അവിശുദ്ധ സന്തതിയെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സന്തോഷത്തോടെ ഇരുന്നേനെ. എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു. എല്ലാരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു.